എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻ്റ് ആക്കി എന്ന സിനിമാ ഡയലോഗ് പോലെയായി ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയ്ക്ക് ഇന്ത്യയെ ഇതുപോലെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അപമാനിച്ച മറ്റൊരു രാഷ്ട്രമില്ല. എന്നിട്ടും കഴിഞ്ഞതെല്ലാം മറന്ന് പ്രധാനമന്ത്രി മോദി കാനഡയുമായി രമ്യതയിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യയെ അപമാനിച്ചതിൽ പ്രതിഷേധം പോലും അറിയിക്കാതെയാണ് മോദി കാനഡയിൽ പോയി കീഴടങ്ങിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇന്ത്യ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാനഡയിൽ നേരിട്ട അപമാനവുമെല്ലാം ഇന്നും മായാതെ നിൽക്കുമ്പോഴാണ് ഈ ഏകപക്ഷീയമായ കീഴടങ്ങൾ എന്ന് പറയേണ്ടി വരും. തീർത്തും അപ്രതീക്ഷിതമായ ഉദയം ചെയ്ത വിഷയമൊന്നുമല്ല ഇന്ത്യ കാനഡയും തമ്മിലുള്ളത്. അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പതിയെ ഉയർന്നും താഴ്ന്നും ഇന്ത്യയും കാനഡയും തമ്മിൽ ഇന്നും അടിച്ചുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് കാനഡയിലേക്ക് കുടിയേറി താമസിച്ച പഞ്ചാബികൾ പിന്നീട് അവിടെ പൗരന്മാരായി തീരുകയും വലിയ ഒരു വിഭാഗം തന്നെ അവിടെ ഉടലെടുക്കുകയും ചെയ്തു. ഇതിൽ തന്നെ ഖലിസ്ഥാൻ അനുകൂലികളും ഉണ്ടായിരുന്നു. ഇക്കൂട്ടർ എന്നും ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്നു. അവരെ സംരക്ഷിച്ചു നിർത്തുന്ന കാനഡയുടെ നയങ്ങളാണ് ഇന്ത്യയുമായുള്ള ബന്ധത്തിന് കോട്ടം തട്ടുന്നതിന് കാരണമായിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായി ഇന്ത്യ കാനഡ തർക്കങ്ങൾ ആളിക്കത്തുന്നതിനിടയിൽ ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തി ഖലിസ്ഥാൻ ഭീകരരും രംഗത്ത് വന്നു. ഇന്ത്യക്കെതിരെ കൂടുതൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയുമായി ഖലിസ്ഥാൻ ഭീകരർ കൈകോർത്തതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ അറിയിച്ചതുമാണ്. എന്നിട്ടും കാനഡയിൽ നിന്നൊന്നും സംഭവിച്ചില്ല. എന്നാൽ ആരോപണങ്ങൾ ഇന്നും മായാതെ നിൽക്കുമ്പോഴാണ് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ മോദി മുൻകൈയെടുത്തത്. ഖലിസ്ഥാൻ ഭീകരർ ഹർദീപ് സിംഗ് നിജാറിൻ്റെ മരണത്തിന് പിന്നാലെ വഷളായ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധത്തിനാണ് പുതുജീവൻ വച്ചിരിക്കുന്നത്. G7 ഉച്ചകോടിക്കിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഈ തീരുമാനം എടുത്തത്. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളിലേക്കും അംബാസഡർമാരെ തിരിച്ചയക്കാനും തീരുമാനമായിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സിഖ് വിഘടനവാദിയായ ഹർദീപ് സിംഗ് നിജാറിൻ്റെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് ആരോപിക്കുകയും ഇന്ത്യൻ അംബാസഡർമാരെ പുറത്താക്കുകയും ചെയ്തതാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് ഇന്ത്യയിൽ പ്രതിഷേധത്തിന് വഴിവെച്ചു. ഇരു രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രവർത്തനങ്ങൾക്കായി ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാനും പ്രധാനമന്ത്രി മോദിയും മാർക്ക് കാർണിയും തീരുമാനിച്ചതായി കാനഡ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയിൽ പറയുന്നു. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർ തമ്മിലുള്ള ശക്തമായ ബന്ധം, സാമ്പത്തിക മേഖലയിലെ പങ്കാളിത്തം, വിതരണ ശൃംഖലകൾ, ഊർജ്ജ മേഖലയിലെ പരിവർത്തനം എന്നിവയുൾപ്പെടെ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ചും മോദിയും കാർണിയും ചർച്ച നടത്തിയെന്നും പറയുന്നുണ്ട്. 2020 ദേശീയ അന്വേഷണ ഏജൻസി തീവ്രവാദിയായി പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാർ 23 ജൂൺ 18 ബ്രിട്ടീഷ് കൊളംബിയയിലെ ഗുരുദ്വാരയിൽ നിന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഗുരുനാനാക്ക് സിഖ് ഗുരുദ്വാരയുടെ പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകത്തിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന് ആദ്യം ആരോപിച്ചത് കനേഡിയൻ പ്രധാനമന്ത്രി ട്രൂഡോ ആയിരുന്നു. എന്നാൽ ഇന്ത്യ ഇക്കാര്യം നിഷേധിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവും ഹാജരാക്കാൻ കാനഡയ്ക്ക് സാധിച്ചതുമില്ല. തെളിവുകൾ കാനഡയുടെ പക്കലുണ്ടെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടായത്.